മെയിനായിട്ട് കുട്ടികൾക്കൊക്കെ വരുന്ന വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഭക്ഷണവും വേറെ എന്തെങ്കിലും സാധനങ്ങൾ തൊണ്ടയിൽ കുടുങ്ങുക. ആദ്യം തൊണ്ടയിൽ ഒരുത്തിന് ഭക്ഷണം കുടുങ്ങിയതാണെന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റൂല. ക്ലാസിക് പ്രസന്റേഷൻ ആണ് ഇത്. ആ രോഗി ഇങ്ങനെയാണ് ഉണ്ടാവുക. കണ്ണ് ഭയങ്കരമായിട്ട് തള്ളും, ശ്വാസം കിട്ടൂല, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. ഈ കേസിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അവൻ്റെ വായി കൈയിട്ടിട്ട് വലിക്കാൻ ശ്രമിക്കരുത്. പിന്നെ വെള്ളം കുടിപ്പിക്കുക. വെള്ളം കുടിച്ചാൽ പിന്നെയും താഴോട്ടിറങ്ങിയാൽ അത് പക്ക സ്റ്റക്കായി പോകും. ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ പിടിക്കുന്ന ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ ഭക്ഷണം കുടുങ്ങിയതാണോ എന്നുള്ളത് ചോദിക്കുക. മറുപടി പറയാൻ പറ്റില്ലെങ്കിലും കുടുങ്ങിയതാണെങ്കിലും അവൻ തലയാട്ടും. മനസ്സിലായോ? ആണെങ്കിൽ അവനോട് എന്താ ഫസ്റ്റത്തെ പറയേണ്ട അറിയോ? ശക്തമായിട്ട് ചുമയ്ക്കുക. ശക്തമായിട്ട് ചുമച്ചാൽ എന്ത് സംഭവിക്കും? ചെറിയ ബ്ലോക്ക് ആണെങ്കിൽ അത് പുറത്തോട്ട് പോരും. ഇനി ചുമച്ചിട്ട് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെയാണ് നമ്മളെ ഫുഡിൻ്റെ ട്രാക്ക് വരുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഈ കൈയിൻ്റെ ഈ പാദം വെച്ചിട്ട് ഒരു 3 to 4 സെൻറ്റിമീറ്റർ ഡീപ്പിലേക്ക് പോണ കോലത്തിൽ പ്രസ് ചെയ്യണം. 5 പ്രാവശ്യം ചെയ്യുക. അതിലും അയാൾ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാൻ കുഴങ്ങാൻ പോവാണെന്ന് വിചാരിക്കുക. മൂന്നാമത് ചെയ്യേണ്ടത്, ഇത് നമ്മൾ ഈ ഫസ്റ്റ് എയ്ഡിൽ മാത്രം പറഞ്ഞു കൊടുക്കുന്ന സാധനങ്ങളാണ്. അത് ട്രെയിൻ ചെയ്ത ആൾക്കാരെ ചെയ്യാൻ പാടുള്ളൂ. ഒരു കാല് മുന്നോട്ടിടുക. ഈ മുന്നോട്ടിടുന്ന എന്തിനാ? പേഷ്യൻ്റ് ബോധമില്ലല്ലോ, നമ്മളെ കൈമേലാണ് ഇപ്പം നിൽക്കുന്നത്. ഇങ്ങനെ ആക്കിയതിന് ശേഷം ഈ 2 കൈ വെച്ചിട്ട് ചെസ്റ്റിൻ്റെയും വയറിൻ്റെ തുടക്കം ഈ ഭാഗത്ത് നമ്മൾ 2 കൈ കൊണ്ടും ലോക്ക് ചെയ്യണം. ഇവിടെ പിടിച്ചിട്ട് കൈ കുത്തണോ, ഇതിൻ്റെ മുകളിൽ ഇത് വെക്കണോ, ഇത് കുത്തിയിട്ട് മേലോട്ട്. അങ്ങനെ 5 പ്രാവശ്യം ആക്കുക. 5 പ്രാവശ്യം ആക്കുക, പിന്നെ കൊളാക്കുക, തട്ടിക്കൊടുക്കുക. 5 പ്രാവശ്യം. ആ സാധനം മാത്രമേ നിങ്ങൾക്ക് അതിൽ ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലാതെ വായിൽ കൈയിട്ടെടുക്കാനോ ഇതിനൊന്നും നിൽക്കാൻ പാടില്ല.